എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണ്. കാരണം കുറെ നാളായിട്ട് മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ട് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരാഴ്ച കൂടുതലായി മഴ പെയ്തു തുടങ്ങിയിട്ട്. അതിൽ കൂടുതലായി. അപ്പൊ ഇന്ന് രാവിലെയും തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ച നമ്മളെ നാടും വയലും തോടും എല്ലാം നിങ്ങളെന്ന് കാണിച്ചു തരാന്ന്. അപ്പൊ അതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ. നമുക്ക് പോയി ചാടാനായിട്ടൊരു ആഗ്രഹമൊക്കെ ഉണ്ട് ഗൈസ്. നനയാതിരിക്കാൻ തൊപ്പി അവിടെ ചെല്ലുമ്പോ ചിലപ്പോ എടുത്താൽ ഇപ്പൊ നമ്മളെ നിൽക്കുന്ന ഒരു കുന്നിനുണ്ടല്ലോ അല്ലേ, ഈ കുന്നിറങ്ങി കഴിഞ്ഞാൽ താഴെ വയലും തോടുമാണ്. നമ്മൾ പണ്ട് ഒരു വർഷം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടവർക്ക് അറിയാം. അപ്പൊ എനിവേ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ വീഡിയോ ഫുൾ ഒരു എന്താ പറയുന്നത്, കണ്ടം ബ്ലോഗ് ആയിരിക്കും. കണ്ടമാണ്, കണ്ടവും തോടും ബ്ലോഗും ആയിരിക്കും. ഇതൊന്നും വെച്ചിട്ടില്ലല്ലേ? രാവിലത്തെ കാപ്പി മാത്രം ഇതിന് വെക്കണ്ട, വയ്യ കഴപ്പ്. ആ ഗൈസ് നീ നമ്മളെ തോട്ടി വന്നിട്ടുണ്ടോ? ഇല്ലല്ലേ, ഫസ്റ്റ് ടൈമല്ലേ വരുന്നു? വന്നിട്ടുണ്ടാ? ആണാ? ഇറങ്ങിയിട്ടില്ല. വരുന്നതിന് മുമ്പേ അവളെ ഇവിടെ മൊത്തവും കണ്ടത്. പിന്നെ ഗൈസ് പലയിടത്തും വെള്ളമൊക്കെ കേറി ഇപ്പൊ ആകെ സീനാണ്. കൊല്ലത്തൊന്നും നമുക്കങ്ങനെ വലിയ പ്രശ്നമുള്ള ഏരിയസ് അല്ല. സിറ്റിയിലൊക്കെ വെള്ളം കയറും. സിറ്റിയില് പെട്ടെന്ന് വെള്ളം കയറും ട്രിവാൻഡ്രത്ത്. നിങ്ങൾക്കൊക്കെ വീട്ടില് മഴ എങ്ങനെ നിങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം ഗൈസ്. നമ്മളിതേ നമ്മളെ തോട്ടിലോട്ടെത്തി, തോട്ടിലല്ല വയലിലോട്ടെത്തി സുഹൃത്തുക്കളെ. ഇവിടെ വെള്ളമില്ലേ? ഞാൻ വിചാരിച്ചു ഇവിടെ വെള്ളം കയറുന്നുണ്ട്. നമ്മളെ വയലിലൊക്കെ കണ്ട വെള്ളമൊന്നുമില്ല ഗൈസ്. ഹേ ഗായ്സ്, അപ്പൊ നമ്മളിതേ തോട്ടിലെത്തിയിരിക്കുന്നു. ഇവിടെ ആർക്കൊക്കെ ഇറങ്ങണോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അടി ഉണ്ടാക്കുന്നു. ഇറങ്ങണ്ട, ഗർഭിണിയായിട്ടിരിക്കുന്നവർ ഇറങ്ങിക്കൂടാ. ആണി രക്ഷിക്കാൻ പറ്റൂല. മൃദുല ഈ തോട്ടിലൊക്കെ ഇങ്ങനെ ഗർഭിണികളൊക്കെ വരുമ്പോ ഉച്ച സമയത്തല്ല വരുമ്പോ എന്തോ കയ്യിലൊക്കെ എപ്പോഴും ആണിയൊക്കെ വെക്കണമെന്നൊക്കെ പറയാം. ഒരു ഇരുമ്പോ എന്തെങ്കിലും വെക്കണം. ഇവിടെ ആയിരുന്നു അന്ന് ഞാനും അച്ഛനും ഒക്കെ ഒന്ന് കിടന്ന് മറിഞ്ഞ സ്ഥലം. ആ അത്രേ ഉള്ളു. ഞാനിവിടെ ചാടട്ടെ? ചാടാ കേസ്. അങ്ങോട്ട് പോടാ. നല്ല തണുപ്പല്ലേ ടീച്ചറെ? ഞാൻ തോട്ടി പോകുമല്ലോ. മുറി അവിടെ ഇരുന്നാ മതി, നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നാ മതി. കൊള്ളാല്ലേ? ഇതിന് നടുക്കിറങ്ങിയിരിക്കുന്ന ഒഴുക്കില്ല. നമുക്കിനി ചാടാം. കൊച്ചു ചാടാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മള് വെള്ളത്തിൽ ചാടുമ്പോ ഇതുപോലെ നമ്മുടെ കോൺഫിഡൻസ് കളയും. പക്ഷെ നമ്മൾ തളരരുത്, നമ്മൾ ചാടണം. കേറിപ്പോ, നീന്താ അറിഞ്ഞൂടല്ലേ? എന്നിട്ട് വെള്ളത്തിന്റെ നടുക്കേറി നിൽക്കുക. അമ്മ കേറി പോകുമ്പോ നീന്താ അറിഞ്ഞൂടാ, പോ. ഇവിടെ കുഴിയാ, പോ. ചിരിക്കുന്നോ? എനിക്ക് നീന്താനേ അറിയാവൂ, എനിക്ക് രക്ഷിക്കാൻ അറിഞ്ഞൂടാ. എന്നാ വെള്ളം കുടിക്കും ഗൈസ്. ഞാനും ചാടാം. ഇത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആയിരിക്കും. നമ്മുടെ ഈ തോടും വയലും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അവർക്കായിരിക്കും കേട്ടോ ഇത് കാണുമ്പോൾ. ചാടാം. നീ ചാട്. ഞാനും ചാടാം. നീ ചാടി. നീ പറ്റുന്നില്ല. ഓഹോ, ബാക്കി പാട്. ഞാനൊരു നാരൻ. ആ നല്ല ഒഴുക്കുണ്ട് ഗൈസ്, ഒഴുക്കുണ്ട്. ചാടുന്നില്ല, ഞാൻ ചാടുന്നില്ലല്ലോ. ഞാൻ ചാടട്ടെ? റെഡി, 1 2 3 സ്റ്റാർട്ട്. പാടാട്ടോ, ഒരു കൈ കൊണ്ട് നീന്താൻ പാടാ. ക്യാമറ ഒരു കൈ. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കൈ, കിട്ടില്ല. പഴയ നൊക്ലാച്ചിയൊക്കെ തിരിച്ചു വരുന്നത്. പണ്ട് നമ്മള് കുഞ്ഞുനാളില് ഇതണക്ക് വന്ന് ചാടിയിട്ട് അച്ഛ അടിച്ചിട്ടുണ്ട്. തോട്ടി ചാടിയ വീട്ടിൽ പറയാം, ഓർമ്മ വേണ്ട. വ്യത്യാസം അടിക്കും, തോട്ടി ചാടി അടിയിട്ടു. അന്ന് ഇതിനെക്കാട്ടിയും വെള്ളം വരും, ഇത്രയും വെള്ളം വരും. ഇത്രയും വെള്ളം വരും. നമ്മള് തോട്ടി ചാടും, മീൻ പിടിക്കും. നല്ല രസമായിരുന്നു പണ്ട്. പഴയ കൊച്ചു പറഞ്ഞ പഴയ നൊക്ലാച്ചിയൊക്കെ തിരിച്ചു വരുന്നു.
നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഇതിന്ന് വെള്ളം ആവും. അതെ, ഇത്രയും വെള്ളമുള്ള സമയത്ത് ചാടി ഈ ഒരു പോർഷനിൽ അത്രയും വെള്ളമാവും ഗൈസ്. ആ പാലത്തിന്റെ ഗ്യാപ്പ് കണ്ട, ആ ഗ്യാപ്പിൽ കൂടെ തട്ടി ഫില്ലാവുന്ന രീതിയിൽ വെള്ളം വരും. ഭാഗത്തൊരു വെടംപുളിയുണ്ട്. നമ്മളെ തോട്ടുപുളി ഉണ്ടല്ലോ, ഇത് നമ്മളെ മീൻകറിക്ക് ഇടുന്ന പുളി, ആ സാധനം നമ്മൾ എറിഞ്ഞിടുമായിരുന്നു. ആ മരം ഇല്ലേ അത്, ആ മരമാണോ അത്? അതല്ല, അങ്ങോട്ടായിരുന്നു. അപ്പുറത്തൊരു മരമുണ്ട്, അത് എറിഞ്ഞിട്ടിട്ട് തോട്ടി വീഴും. എന്നിട്ട് നമ്മള് ചാടിയെടുക്കും. ഗൈസ്, അടുത്ത അമ്മ ഇറക്കാൻ വേണ്ടി പോവാട്ടോ. എന്താ ചിരിക്കുന്ന? ഓ, ഇതൊക്കെ എന്ത് കുഴി! പിടിയടാ, എടാ പിടിയടാ. ഇതൊക്കെ എന്ത് കുഴിയെന്ന് തോണ്ട് എടുത്തോട്ട് പോകാനാ. പിടിയടാ, കുഴിയില്ലല്ലേ? ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ പോകുന്നു. പൊക്കോളോ കാണാനിരിപ്പൊ അമ്മയില്ല, വെള്ളത്തിൽ തൊട്ടി ബക്കറ്റൊക്കെ ഇട്ടിട്ട് എങ്ങനെ വരും? അതാണ് വരുന്നത് ഇങ്ങനെ. അതൊന്നുമല്ല കോമഡി. അമ്മായിമ്മ ഒഴിവ് പോയപ്പോ ഒരുത്തി ഇവിടെ ഇരുന്ന് പൂര ചിരിയോ ചിരി. എടി, നിന്റെ അമ്മായിമ്മയാണ് വെള്ളത്തിൽ ഒഴുകി പോയത്. കൊച്ചു പിടിക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ പോക്കണ്ട ചിരി. അമ്മയെ പിടിച്ചിറക്കുക. അമ്മ കുഴിയിലൊന്നും വീഴില്ല, എന്നിട്ട് ഇവിടെ ഇറക്കുക ഒഴിക്കാൻ ഇങ്ങോട്ട്. ഞാൻ നേരെ പോയി രാവിലെ പറഞ്ഞ കൊച്ചു പറയുന്നത് അമ്മ ഇവിടെ വന്നിട്ട് ഇറങ്ങിറങ്ങും. ഇത് ഇന്നൊന്നും നിക്കത്തില്ല കൈ. ചാടുന്നുള്ള ഇഞ്ഞ് ചാടണം, ഇവിടെ ചാടല്. ഈ അമ്മയെ കൊച്ചു പിള്ളേരെ മനസ്സാണ് കൈ. ഇവിടെ ചാടിക്കോ പിള്ളേര് കളിയാ. എന്റെ അവന്റെ മണ്ട ചാടല്ലേ. എന്തോ ഈ കാണിക്കുന്നേ? ഞാൻ പോകുന്നു. ബൈ ബൈ. ഇതെന്തരാ ഇത്? ചക്ക വെട്ടിയിട്ടാ. മഴ അയ്യേ, പൊളി. ഇപ്പഴാണ് വായ്പായത് കൈസ്. മഴ വരുന്നു കൈസ്, മഴ വരുന്നു. അമ്മയുടെ ഷാൾ ഒഴുകി പോയടാ. നീന്തറിയാമോ? അറിഞ്ഞൂടല്ലേ? ആ, സൂപ്പർ. ഇറങ്ങിക്കോ. അപ്പാടിയേ ഭൂമിയാ. കുഞ്ഞ് വിചാരിക്കുമായിരിക്കും എന്തോ ഈ ഒരു കുളിർന്നേന്ന്. വെള്ളത്തിൽ ഞാൻ ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങിയത്. എവിടെ പോവും? ഇതെവിടെ പോവാ? പോകേറി അമ്മ നിന്നത് അതിന്റെ ഇടയിൽ കൂടെ പോകും കേട്ടാ. ഞാൻ പിടിച്ച അവിടെ പോയില്ല. ഓ, മരുമോളെ രക്ഷിക്കുന്ന അമ്മായിമ്മ. പക്ഷെ അമ്മായിമ്മക്ക് നീന്തറിഞ്ഞൂടാ. കാഴ്ചപ്പോ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴൊന്നും ഇത് കയറാൻ പറ്റുമെന്ന്. മൃദുല ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളത്തിൽ കളിക്കാൻ. എന്തൊരു പാടിത്. അമ്മ പിടിച്ച് കയറ്റിയാണ് നീ. അമ്മയുടെ ഫോട്ടോ കഴിഞ്ഞ് വെള്ളത്തിൽ മുള്ളല്ലേ. കൊച്ചുള്ളിയാ ഇല്ല, വെള്ളത്തിൽ ഞാൻ മുള്ളാറില്ല. വെള്ളം പ്രവീണ മുള്ളും കൈസ്. എങ്ങനെ എന്നാലും സത്യം എന്ന് പറയാലോ. വിഷയം അങ്ങ് മാറ്റിയല്ലേ? അല്ല, അമ്മ ഇങ്ങനെ കേറിയാണോ? മതി സത്യം പറഞ്ഞാ അവള് തോട്ടിലൊക്കെ ഇറങ്ങുമ്പോ അമ്മമാരാണ് മക്കളെ വഴക്ക് പറയുന്നത്. ഇവിടെ നേരെ തിരിച്ചാടി അമ്മ നമ്മള് നിലക്കിർത്തേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. സീരിയസ്ലി അത്ര പിള്ളകളിയാണ് അമ്മയ്ക്ക് കേട്ടാ. പണ്ട് ഈ അമ്മയായിരുന്നു എന്നെ ഈ തോട്ടി പോയി ചാടിയെന്ന് വഴക്ക് പറഞ്ഞു. അതാ എനിക്കറിയത്തില്ല ഇത്രയും വലിയ രസമായിരുന്നു. എനിക്ക് നമ്മള് തോടി ചാടിയിട്ട് എനിക്ക് 1 വർഷത്തിൽ കൂടുതലായി. കഴിഞ്ഞ വർഷത്തില് പിന്നെ ഇത് ഈ വീഡിയോ കണ്ടിട്ട് പിള്ളേരാരും പോയി അടുത്ത തോട്ടിലൊന്നും പോയി ചാടരുത്. ഭയങ്കര വെള്ളമാണ്. വെള്ളത്തിൽ കളി എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ. എനിക്ക് പോലും പിടിപ്പിക്കാൻ പറ്റുന്നില്ല. ഞാൻ 2 ഗ്ലാസ് വെള്ളം കുടിച്ചോളൂ. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് പിള്ളേരുകളാരും അച്ഛനും അമ്മയും കൂടെ മാത്രം പോവുക. അതും വെള്ളത്തിലൊന്നും ഒറ്റയ്ക്ക് പോയി ചാടിയൊന്നും ചെയ്യരുത്. വെള്ളത്തിൽ കളി ഭയങ്കര ഡേഞ്ചർ ആണ്. അതുകൊണ്ട് വളരുമ്പോ ഇതൊക്കെ അമ്മവരും കൂടെ കൂടെ പോവാ. അല്ലാതെ ആരും പോയി ചാടരുത് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മള് തോട്ടിനോട് വിട പറഞ്ഞ് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ്. പിന്നെ മടുത്താടെ കളിച്ചു മടുത്താടെ. ഇനി വരാം, ഇനി അടുത്തതിന് വരാം.
ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിത് തോട്ടിലൊക്കെ ചാടിയിട്ട് വന്നിട്ട് ഉണ്ടാക്കാനൊന്നും വയ്യ. ഇനി നമ്മൾ ബിരിയാണി വാങ്ങിച്ചു ഗൈസ്. നല്ല ചിക്കൻ ബിരിയാണി പാർട്സിൽ വാങ്ങിച്ചിട്ട് മുട്ടയും അടിപൊളി പപ്പടമൊക്കെ വെച്ച്. ഈ വെള്ളത്തിൽ ചാടിയാൽ ഭയങ്കര വിശപ്പാണ് ഗൈസ്, സീരിയസ്ലി. പിന്നെ എന്തെങ്കിലും കഴിച്ചേ പറ്റും. പൊളി. അടുത്ത നമുക്ക് എഗ് ബിരിയാണി വെക്കാം. അതെ, കൊച്ചുവിന്റെ സ്പെഷ്യൽ എഗ് ബിരിയാണി. നമ്മുടെ മുട്ടയൊക്കെ അമ്മയാ പുഴുങ്ങിയത്. നമ്മള് എല്ലാം അമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളത് കറി വെക്കാൻ വേണ്ടി പോയി. അതിൽ വെച്ചു ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർസ്, കറുകപ്പെട്ട സ്റ്റാർസ്, ഓണിയൻസ് ആൻഡ് ചില്ലീസ്, വറുക്കൽ, മഞ്ഞൾ പൊടി. ഞാൻ ഇങ്ങനെ കൂടെ നിന്നാലേ പറ്റുമോ? അവന്മാർ ഒറ്റയ്ക്കാക്കി പോയാൽ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ ഉപ്പിട്ടത്. എടാ, ഇതിന്റെ കല്ലുപ്പിന്റെ ഇംഗ്ലീഷ് എന്തോന്നറിയോ? സ്റ്റോൺ എന്തോ അമ്മ? സ്റ്റോൺ കല്ല്. അച്ഛനുണ്ടായിരുന്നു. അച്ഛന് മൂത്രത്തിൽ കല്ലുണ്ടായിരുന്നു, അതുകൊണ്ട് അറിയാന്ന്. ഓ, നമ്മുടെ മുളക് പൊടി തീർന്നേ. കഴി വെച്ചേക്കുന്നുള്ളൂ. മഴ ആയതുകൊണ്ട് പൊടിക്കാൻ നിവൃത്തിയില്ല. നീ ഇടറാ അങ്ങോട്ട്. ഇവിടെ എരിഞ്ഞെല്ലാം കണ്ടം വഴി ഓടണം. മല്ലിപ്പൊടി. എടാ അമ്മ കമന്റ് വിടുന്നത്. ഇത് ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ മസാല പൊടി തീർന്നായിരുന്നു. മസാല ഇത് ഇട്ട് മസാല, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് അരച്ചതാണ്. അതായത് മസാലയുടെ പാത്രം കഴുകി ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അടിച്ച്, അത്രേ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ അതൊരു ഗ്രേവി. ഇത് കാണാൻ വലിയ ലുക്കില്ലെങ്കിൽ ഇതൊരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മല്ലിയില കയ്യിലിട്ട് ഇളക്കിയത്. ഇച്ചിരി വൃത്തിക്കും മേനൊക്കെ ഇല്ല തട്ടുകട നിൽക്കുന്ന ഇല്ല. നോർത്ത് ഇന്ത്യൻസിലെ പാവ് ബജി ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാക്കുന്ന കാഴ്ച. അപ്പൊ നമ്മള് ഗ്രേവി റെഡി ആയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് റൈസും നമ്മുടെ മുട്ടയും കൂടി ഇടാം. അപ്പം എഗ് ബിരിയാണി ആയി. എങ്ങനെയുണ്ട്? നമ്മള് റൈസ് ഇടുവാണ് കേട്ടോ. സമയമില്ലാത്ത സന്ദർഭങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം. ഇനി അടുത്ത മുട്ട പൂഴ്ത്തി വെക്കണം. മുട്ട ബിരിയാണി റെഡി. മൃദുല ഉറക്കമായിരുന്നു കേട്ടോ ഇത്ര നേരം. ഇപ്പഴാ ഇറങ്ങി വന്നത്. ആദ്യം കഞ്ഞിയായിരുന്നു, ഇപ്പൊ ഇങ്ങനെ ആയി. അല്ല, ഫസ്റ്റ് ഗർഭിണി ടേസ്റ്റ് ചെയ്തിട്ട്. ഗർഭിണി ടേസ്റ്റ് ചെയ്യും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സൂപ്പറാ. നല്ല രീതി വേണ്ടാതെ വെച്ച സൂപ്പർ ആയിരിക്കും. ഫ്ലേവർ ഒക്കെ അങ്ങോട്ട്, ഉള്ളിയുടെ ഒക്കെ അങ്ങോട്ട് മതി. അത്രക്കൊന്നുമില്ല, വെറുതെ അങ്ങ് അടിച്ചങ്ങ് ഇറക്കാതെ. ഹേ ഗായ്സ്, അപ്പൊ കണ്ടത്തിലൊക്കെ ചാടിയ ഒരു കുഞ്ഞു വ്ലോഗ് ആയിരുന്നു സുഹൃത്തുക്കളെ ഇത്. അപ്പൊ ഇത് കണ്ടിട്ട് ആരെങ്കിലും പോയി കണ്ടത്തിലും തോട്ടിലൊക്കെ ചാടാൻ തോന്നുന്നുണ്ടോ? ആരും പോരുത്, വെള്ളമാണ്. അതെ. അപ്പൊ എന്തായാലും നിങ്ങളെല്ലാരും ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട്, അപ്പൊ ഹോപ്പ് ഗായ്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള ബ്രെഡ് കാണുന്നവരെ ബൈ.